വികസിത രാജ്യങ്ങളിലെ മനുഷ്യർ നമ്മളെക്കാൾ കൂടുതൽ ശാസ്ത്രബോധം വരാണെന്ന് തോന്നൽ എവിടെയോ നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ അവരവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് വല്ലാതെ അരക്ഷിതാവസ്ഥ ഭീതി അനുഭവപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ട് ചെന്ന് വീഴാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വികസിത രാജ്യത്തിൽ അവിടുത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം എന്ന നിലയിൽ മന്ത്രവാദം ഒരു ഓപ്ഷനല്ല. അങ്ങനത്തെ ഓപ്ഷൻ അവിടെ അവൈലബിൾ അല്ല. അവിടെ മെഡിക്കൽ കെയർ ഉണ്ട്, ആളുകൾക്ക് വരുമാനം കൂടുതലാണ്, ഗവൺമെന്റിന് വരുമാനം കൂടുതലാണ്. നമ്മളൊരു തലമുറയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ തലമുറ വലിയ ഭീകരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കുറേ നാളുകളായിട്ട് അവരുടെ സയൻറ്റിഫിക് ടെമ്പർ നടത്തുന്ന കാര്യത്തിൽ കുറേ നോട്ടുകൾ നടത്തുകയും കുറേ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ ശാസ്ത്രത്തോടൊക്കെ നമുക്ക് വിശ്വാസവും ശാസ്ത്രവും ഇങ്ങനെ രണ്ട് തട്ടിൽ നിന്നിട്ട് നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നില്ല. ചിലവരുടെ വിശ്വാസമാണ്, ചിലവരുടെ യുവ ശാസ്ത്രമാണ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ശാസ്ത്രബോധം വളർന്നിട്ടുണ്ടോ? മലയാളി മുന്നോട്ട് പോകാനോ തിരിച്ചു പോകാം? അതിനകത്ത് ഭയങ്കര വലിയ സങ്കീർണമായ ഒരു ചോദ്യം. പൊതുവിൽ നമ്മൾ മലയാളികളെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും മലയാളികളുടെ ശാസ്ത്രബോധത്തെ കുറിച്ച് സംസാരിക്കാം. ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ്, നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മളുടെ പിന്നിലാണ്. ഇത് പല കോൺടാക്സിനനുസരിച്ച് നമ്മുടെ ചർച്ചയുടെ തുറം മാറും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇത് അങ്ങനെ ഒരു ചർച്ചയിൽ പ്രസക്തി നമുക്ക് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കും. ഇന്ന ഇഷ്യൂവിൽ നമ്മുടെ നിലപാട് സമൂഹം നില നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ റാഷണലാണ്, യുക്തിബന്ധനമാണ് നമുക്ക് ചോദിക്കും. പൊതുവിൽ അത് വികസിത രാജ്യങ്ങളിലെ മനുഷ്യർ നമ്മളെക്കാൾ കൂടുതൽ ശാസ്ത്രബോധം വരാണെന്ന് തോന്നൽ എവിടെയോ നമ്മുടെ ഉള്ളിലുണ്ടെന്നെങ്കിലും അത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഈ ശാസ്ത്രബോധം ഇല്ല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വെച്ചു കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾ, സമൂഹം നമ്മൾ കൊണ്ടാടുന്ന അന്ധവിശ്വാസങ്ങളെ കണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പല അന്ധവിശ്വാസങ്ങളുടെയും പിന്നിൽ സമൂഹ നിലയിൽ നമ്മൾ വെച്ചു കിടക്കുന്ന ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രക്ഷിതാവസ്ഥയുണ്ട്. നമ്മുടെ ഒരു സമ്പന്ന രാജ്യം, നമ്മുടെ ഒരു ദരിദ്ര രാജ്യമാണ്. നമ്മൾ എങ്ങനെയൊക്കെ അതിനെ നെഗറ്റീവ് ശ്രമിച്ചാലും നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണ്. അതേസമയം അതിസമ്പന്നരുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമ്മുടെ അസമത്വത്തിൻ്റെ സൂചനയാണ്. രാജ്യം നില നമ്മൾ പുരോഗമിക്കുന്നതിൻ്റെ നമ്മുടെ വാർത്തകൾ സെൻസസിനെ കുറിച്ചും ഓഹരി സൂചി ഇടിയുന്നതിനെ കുറിച്ചും വല്ലാതെ വാചാലാകാറ്. ആരാണ് ഈ ഓഹരിയിൽ ഇടപെടുന്ന ആളുകൾ? ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര പേരുണ്ട് ഓഹരിയിൽ? നമ്മൾ അപ്പോൾ ഇത് പ്രാതിനിധ്യ സ്വഭാവമുള്ള പ്രശ്നങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് വേറെ തന്നെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ അവരവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് വല്ലാതെ അരക്ഷിതാവസ്ഥ ഭീതി അനുഭവപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ട് ചെന്ന് വീഴാൻ പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് മുമ്പിൽ മറ്റു ഓപ്ഷനുകളില്ല. അവരുടെ മുമ്പിൽ ഒരു ജീവിത പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്കൊരു അസുഖം പറ്റും, നിങ്ങൾ മന്ത്രവാദത്തിലൂടെ ചികിത്സിക്കാൻ ശ്രമിക്കണോ, ഹോസ്പിറ്റലിൽ പോയി മോഡേൺ മെഡിസിൻ ഉപയോഗിച്ച് ചികിത്സിക്കാൻ ശ്രമിക്കണം, നമ്മൾ തീരുമാനം ജീവൻ്റെ വില തീരുമാനം അവിടെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം. മന്ത്രവാദം എന്തുകൊണ്ട് വയബിളല്ല, എന്തുകൊണ്ട് മോഡേൺ സയൻസ് ആണ് വയബിൾ എന്ന് മനസ്സിലാക്കാനുള്ള അറിവാണ് അവിടെ. ആ അറിവില്ലാതെ വരുമ്പോഴാണ് മന്ത്രവാദവും ഒരു ചികിത്സാ ഓപ്ഷനായിട്ട് ആരും തോന്നുന്നത്. അപ്പോൾ ആ ചോയ്സ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു വികസിത രാജ്യത്തിൽ അവിടുത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സമൂഹം എന്ന നിലയിൽ മന്ത്രവാദം ഒരു ഓപ്ഷനല്ല. അങ്ങനത്തെ ഓപ്ഷൻ അവിടെ അവൈലബിൾ അല്ല. അവിടെ മെഡിക്കൽ കെയർ ഉണ്ട്, ആളുകൾക്ക് വരുമാനം കൂടുതലാണ്, ഗവൺമെന്റിന് വരുമാനം കൂടുതലാണ്. അപ്പോൾ ആ ഓപ്ഷൻ അപ്രസക്തമാകാറുണ്ട്. ആളുകൾ ഇങ്ങനൊരു ഓപ്ഷനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ ചോയ്സ് വരുന്നു. അവരുടെ മുമ്പിൽ ഇതേ ഉള്ളൂ ഓപ്ഷൻ. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ സയന്റിഫിക് ചോയ്സ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവർ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ കൂടുതൽ സയന്റിഫിക് ടെമ്പറുള്ള ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഫ്ലാറ്റ് സൊസൈറ്റിയുള്ള രാജ്യമാണ് അമേരിക്ക. അതായത് ഭൂമി പരന്നതാണെന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിഞ്ഞിട്ടും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് സംഘടനയുണ്ട് അമേരിക്കയിൽ. അമേരിക്കയുടെ എത്രയോ സംസ്ഥാനങ്ങളിൽ ഇന്നും പരിണാമസ്ഥാനത്തോടൊപ്പം ക്രിയേഷനിസം എന്ന് പറയുന്ന ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രപഞ്ച അല്ലെങ്കിൽ ഈ സൃഷ്ടിവാദം പഠിപ്പിക്കുന്നുണ്ട്. ഇതേ നമ്മൾ കാണുന്നത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു ഭയങ്കര ഒരു റിച്ച് ക്യാപിറ്റലിസ്റ്റ് കൺട്രി. അവർ നടത്തുന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾ, അവർ സ്പെക്ടക്കിൾസ് ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ അതുകൊണ്ട് അമേരിക്കയിൽ മുഴുവൻ സയൻറ്റിഫിക് നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകണം. അതിൽ എനിക്ക് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞ മലയാളികൾ എന്ന നിലയിൽ മലയാളി സമൂഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് പിന്നോട്ട് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്ന കാരണങ്ങൾ ഉണ്ട്. അത് പക്ഷേ സയൻറ്റിഫിക് ടെമ്പറിലെ പിന്നോട്ട് പോക്കല്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഞാൻ കരുതുന്നത് സാമൂഹിക സാഹചര്യങ്ങളിൽ പിന്നോട്ട് പോകും. സാങ്കേതിക വിദ്യ വളരുമ്പോഴും നമ്മളുടെ വിദ്യാഭ്യാസം എന്തിനാണ്? അത് പക്ഷേ
ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ തലമുറ, ഇപ്പോൾ ഈ പ്രായം കഴിഞ്ഞ നമ്മൾ ഇപ്പോഴത്തെ തലമുറയുടെ കുഴപ്പമാണ് നമ്മളൊരു തലമുറയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ തലമുറ ഉൾപ്പെടെയുള്ളവർ വലിയ ഭീകരമായ പ്രതിസന്ധികളിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. അപ്പൊ ഇന്നത്തെ പല പ്രമുഖ നേതാക്കളും അടിയന്തരാവസ്ഥയെ കുറിച്ചൊക്കെ പറയും. അതിനു മുമ്പത്തെ ഒരു തലമുറ ഒരു പക്ഷേ പറഞ്ഞു സ്വാതന്ത്ര്യ കുറിച്ചും ലോകമഹായുദ്ധത്തെ കുറിച്ചും ഒക്കെ. അത് വലിയ പ്രതിസന്ധികളാണ്, ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു വരുമ്പോഴാണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എത്ര പ്രസക്തമായതാണ്, നിങ്ങളുടെ സാമൂഹികമായ കാഴ്ചപ്പാട് എത്ര പ്രസക്തമായതാണ് നിങ്ങൾ മനസ്സിലാക്കും. ഇങ്ങനെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ കൃത്യസമയം സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അവർക്ക് ആഹാരം കിട്ടുന്നു, ഭക്ഷണം, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിൽ അവനെ കുറിച്ച് മാത്രം ജീവിക്കാവുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ട്. അതാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്. അതിന് നെഗറ്റീവ് സൈഡ് ഒരാൾ സമൂഹം എന്ന നിലയിൽ ചിന്തിക്കുന്നത് നിർത്താൻ തുടങ്ങും. നമ്മുടെ മാതാപിതാക്കൾ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത് നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാൻ. അവരും കണ്ടിട്ടില്ല, ആ മാതാപിതാക്കളും ഈ വലിയ പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. അടുത്തൊരാളുടെ ഒരു സമൂഹം എന്ന നിലയിൽ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിൻ്റെ ആവശ്യം അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനാണ് ഈ പല മാനങ്ങളുള്ള പ്രശ്നമാണ്. സയന്റിഫിക് ടെമ്പററി പിന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതാണ്, നമ്മൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഭൗതിക സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുത്തും. നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെയാണ് യോഗ നടക്കുന്നത്, എല്ലാം നടന്നുകൊള്ളും. ഇപ്പോൾ കർഷക സമരം വരുമ്പോൾ ആൾക്കാർ ജോലിയാണ്. അതായത് എന്തിനാണ് ഇപ്പോൾ കർഷകരുടെ ആവശ്യം? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കാൻ കിട്ടില്ല. അങ്ങനെ ചോദിച്ച ആളിനെ നേരിട്ട് കിട്ടും. അതായത് അദ്ദേഹം കരുതുന്നത് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറി ഉണ്ടല്ലോ, ഒരു ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, ടാങ്കിനെ കുറിച്ച് നിങ്ങൾ എന്ത് സംഘടിപ്പിക്കും? ടാങ്കിലെ വെള്ളം തീരുമ്പോഴേ അതിനെക്കുറിച്ച് ആൾ ചിന്തിക്കും. ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് രണ്ടും ഓടിക്കഴിഞ്ഞ് നടക്കുന്ന പ്രശ്നമാണ്. ഒരു രീതിയിൽ നമ്മൾ മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോഴും വിദ്യാഭ്യാസം പഠിച്ച് ജോലി കിട്ടാനുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ സയൻസ് പഠിക്കുന്നവർ കൂടുതൽ നല്ല കുട്ടികളാണ്, വേറെ ഒന്നും പഠിക്കാൻ പറ്റാത്തവരാണ് ആർട്സ് സബ്ജക്റ്റിലേക്കും പൊളിറ്റിക്കൽ സയൻസിലേക്കൊക്കെ പോകുന്നതെന്ന് വിചാരിക്കുന്നിടത്താണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട്, വേറെ കഴിവൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാത്ത ജോലി, അത് അങ്ങനൊരു ധാരണ നമ്മൾ സ്കൂൾ സിനിമകളിലൂടെയും സാഹിത്യത്തിലൂടെയും ഒക്കെ നമ്മളിങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി നമുക്ക് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് നമ്മളെത്തിയ പതിയെ കുറച്ച് വേദനിച്ചിട്ടാണെങ്കിൽ ഒരു സമൂഹം നിലയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഇതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്.